ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബ്രൗൺ ഗേൾ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ റോളാണ്. അതിനായിട്ട് ഒരു 200 ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാതെ റിബൺ പോലെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഓണിയൻ പൗഡർ, ഇറ്റാലിയൻ സീസണിങ്, ജിഞ്ചർ പൗഡർ, പിന്നെ ഗാർലിക് വെളുത്തുള്ളിയുടെ പൗഡറുണ്ട്, സോയാ സോസ്, അതിൻ്റെ കൂടെ കുറച്ച് മയോണൈസും കെച്ചപ്പും വേണം. പിന്നെ റോളിന് പറ്റിയ കുബൂസോ റൊട്ടിയോ, നമ്മളിവിടെ ഇപ്പോൾ വീറ്റ് ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ടു. നെക്സ്റ്റ് ഒരു ടീസ്പൂൺ ഓണിയൻ പൗഡർ ഇടുകയാണ്. ഇനി ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ഇടുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് 1 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്. നെക്സ്റ്റ് 1 ടീസ്പൂൺ ചില്ലി പൗഡർ. ഇനി ആവശ്യത്തിന് ഉപ്പിടുക, സോൾട്ട് ടു ടേസ്റ്റ്. ഇനി അടുത്ത് നമ്മൾ സോയ സോസാണ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്കൊരു 10 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം. നിങ്ങൾക്ക് എരിവൊക്കെ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ എരിവിടാം. ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് മാറ്റിവെക്കുകയാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ ഇടുക. ചൂടായിട്ടുണ്ട്. നമ്മൾക്കപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മോനാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കി തരുന്നത്. അപ്പം നമ്മൾ ഇതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഫില്ലിങ്ങിന് ആദ്യം നമ്മൾ സോസ് ഉണ്ടാക്കുകയാണ്. അതിന് ഒരു 3/4 കപ്പ് മയോണൈസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 80 ml മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 30 ml കെച്ചപ്പ് ഇടുകയാണ്, ടൊമാറ്റോ കെച്ചപ്പ്. കുറച്ച് ഉപ്പ് ഇടുകയാണ്. അതായത് നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസിനും സോസിനുള്ള ഉപ്പ് മാത്രം മതി. അതിൻ്റെ കൂടെ കുറച്ച് ഷുഗർ ഇടുക. ഷുഗർ ഇട്ടു. കുറച്ച് പെപ്പർ പൗഡർ. കുറച്ച് നിങ്ങൾക്ക് ആ വെജിറ്റബിൾസിനൊക്കെ ഒരു എരിവ് ആവശ്യമുണ്ടല്ലോ, അത്ര ആവശ്യത്തിനുള്ള നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവും ഉപ്പും ഇട്ടുള്ളൂ. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഇനി കുറച്ച് മാറ്റി വെക്കുകയാണ്. റാപ്പിന് മുകളിൽ സ്പ്രെഡ് ചെയ്യാനുള്ള കുറച്ച് സോസ് ഇതിൽ നിന്ന് മാറ്റി വെക്കുക. സോസ് നമ്മൾ കുറച്ച് പെരട്ടാനുള്ള മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഈ വെജിറ്റബിൾ ഇടാൻ പോവുകയാണ്. വെജിറ്റബിളിനായിട്ട് ഞാനൊരു ഹാഫ് കാപ്സിക്കം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. ഒരു ചെറിയ പീസ് കാബേജ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി, അതിൻ്റെ കുരു കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ഓണിയൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്യൂക്കംബറോ ക്യാരറ്റോ ഒക്കെ ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ വെജിറ്റബിൾസ് ആ സോസിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇത് നമ്മളുടെ റാപ്പിന് വെക്കാനുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അതും നമ്മൾ ഈ ഫില്ലറിനകത്തോട്ട് ഫില്ല് ചെയ്യാനുള്ള ഇതിലേക്ക് ചിക്കൻ ഇടുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഫില്ലിങ്ങും സ്പ്രെഡും റെഡി ആയിട്ടുണ്ട്. മയോണൈസ് സ്പ്രെഡും റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ ആൻഡ് ചിക്കൻ ഫിൽ റെഡി ആയിട്ടുണ്ട്. റോളിനായിട്ട് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദയുടെ കുബൂസോ മൈദ ചപ്പാത്തിയോ ഏത് ചപ്പാത്തി വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ജസ്റ്റ് അതൊരു കളർ ചേഞ്ച് ആയാൽ മതി. ഒത്തിരി ഫ്രൈ ആവരുത്, ക്രിസ്പി ആവരുത്. ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ തന്നെ നിങ്ങൾക്കത് മാറ്റാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചപ്പാത്തിയിലേക്ക് വൺ സൈഡ് സ്പ്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഫുൾ വേണ്ട, കാരണം ഒത്തിരി പുളിയായി പോകും. ഓൾറെഡി നമ്മളുടെ മിക്സിലുണ്ട്. ഒരിച്ചിരി ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മളുടെ റാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതൊന്ന് ഓയിലിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയും കഴിക്കാം. കുട്ടികൾക്ക് മാത്രം വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് എണ്ണയിലൊന്ന് മുരിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇത് കൂടാതെ ഒത്തിരി വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൾ സൂൺ. ബൈ ബൈ.